ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിനിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ദുന്യാവും ആഖിറവും. ദുന്യാവ് എങ്ങനെങ്കിലൊക്കെ എന്താവും, തട്ടിമുട്ടിന് പോവും. നാളെ കഴിച്ചിലാവണമെങ്കിൽ ഈമാൻ തന്നെ വേണം. അണുമണിത്തൂക്ക ഈമാൻ ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം. അത് കാമിലായ ഈമാനാണെങ്കിലോ ആദ്യം തന്നെ രക്ഷപ്പെടാം. എല്ലാവരും പേടിച്ചിണല്ലോ മഹ്ശറിൻ്റെ കാര്യം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ടപ്പെട്ട യുവതിയായ ബുദ്ധിമതിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ, സിദ്ദീഖ് എന്നവരുടെ പൊന്നുമോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, മഹദി പറയാണ്, അൻ ആയിഷത റളിയല്ലാഹു അൻഹ അന്നാ ദക്കറത്തിന്നാറ. ഒരിക്കൽ മഹദി മനസ്സിൽ നരകത്തിനങ്ങനെ ഓർത്തു. നരകവും നരകത്തിൻ്റെ ഭീകരതകളും അങ്ങനെ ഓർത്ത് ഫബക്കത്ത്, മഹദി അങ്ങ് കരഞ്ഞു. ആരായി പറയണത്? ഹബീബിൻ്റെ ചൂര് ലഭിച്ച, ഹബീബിൻ്റെ ശരീരം ലഭിച്ച, ഹബീബുമായി മുസാഹബത്ത് നടത്തിയ എല്ലാ ബന്ധങ്ങളുമുള്ള പുന്നാര ഉമ്മ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ കരയാ. ആരവിടെ ഉണ്ട്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഉണ്ട്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പം റസൂൽ ചോദിച്ചു, മാ യുബ്കീകി ആയിഷോ, എന്താ നിന്നെ കരയിപ്പിച്ചത്? നിന്നെ കരയിപ്പിക്കുന്നത് എന്താ? കാലത്ത് മഹദി പറഞ്ഞു, നബിയേ യാ റസൂലല്ലാഹ്, ദക്കർത്തുന്നാറ, ഞാൻ നരകത്തിന് ഓർത്തു നോക്കി. നരകം ചിന്തിച്ചപ്പോൾ ഹബീബിലൂടെ നരകത്തിൻ്റെ ഫോട്ടോ ആർക്കറിയാം? മഹദിക്കറിയാം. അപ്പൊ ഫബക്കൈതു, ഞാൻ കരഞ്ഞതാണ് നബിയെ. ആലോചിച്ച് നോക്കി, നമ്മളൊക്കെ എത്ര നരകത്തിൻ്റെ കഥ കേട്ടു, എന്തെല്ലാം നരകത്തിൻ്റെ ഭീകരതകൾ കേട്ടു. നമ്മൾ കരഞ്ഞോ? ഇല്ല. നമുക്കന്നൊരു ബോധ്യമാവാത്ത രൂപത്തിലാണ് നമ്മൾ ചേലും കോലും കണ്ടാൽ. അങ്ങനെ മഹദി എല്ലാം ചോദിക്കാലോ, ഖജനാവല്ലേ, എല്ലാം അവിടെ അല്ലേ വരിക, വഹീൻ്റെ മഹത്വല്ലേ. മാഷാ അല്ലാ. അപ്പം മഹദി ചോദിച്ചു, ഫഹൽ തദ്കുറൂന അഹ്ലീക്കും യൗമൽ ഖിയാമ, അല്ല നിങ്ങൾ ഞങ്ങളെ ഓർക്കൂ പരലോകത്ത് വെച്ച്? അവിടുന്ന് അങ്ങോരെ ഭാര്യമാരൊക്കെ ഓർമ്മ ഉണ്ടാവുമോ എന്ന് ചോദിച്ചപ്പോൾ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് പറഞ്ഞു, അമ്മാ ഫീ സലാസത്തി മവാഖിന, മോളെ ആയിഷു, ആഖിറത്തിലെ 3 സ്ഥലങ്ങളിൽ ഫലാ യദ്കുറു അഹദുൻ അഹദാ, ഒരാളെയും ഓർക്കൂല. അത്രയും ഭീകരമായ 3 സന്ദർഭങ്ങളുണ്ട്. നമ്മളെ മുമ്പിൽ ആ കടമ്പകളൊക്കെ ഉണ്ട്. നമ്മൾ ചിറിച്ച് കളച്ച് പൊളച്ച് ആർമാദിച്ച് ആടിപ്പാടി ജീവിക്കുക നമ്മൾ. ഏതൊക്കെയാണത്? അങ്ങനെ റസൂല പറയാം, ഒന്ന് ഇൻദൽ മീസാൻ, നന്മ തിന്മ കിതാബുകൾ തൂക്കുന്ന സമയത്ത്, മീസാൻ്റെ അടുക്കൽ, ആ സമയത്ത് ആകപ്പാട് റിസൾട്ട് വരുന്ന ദിവസേ, അത് എലക്ഷനാണെങ്കിലും സ്കൂൾ മദ്രസ പരീക്ഷയിലെ റിസൾട്ടാണെങ്കിലും അന്നൊരു അന്താളിപ്പ, മനസ്സിന് സുഖം കിട്ടൂല, അന്ന് ചോറ് കഴിക്കാൻ തോന്നൂല, ചായ ചന്തി, കാരണം റിസൾട്ടാണ് വരട്ടാറ്. അതൊന്നൊരു റിസൾട്ടല്ല, വെറും താൽക്കാലിക റിസൾട്ടുകളാണ്, പരീക്ഷണങ്ങളാണ് ദുന്യാവിൽ. ഇത് മീസാൻ എന്ന തുലാസിൽ നമ്മുടെ ആലോചിച്ച് നോക്കി,
പ്രായം തികഞ്ഞത് മുതൽ ഈ സെക്കൻഡ് വരെ കണ്ണുകളെ കൊണ്ട് എത്രയെത്ര തെറ്റുകൾ ചെയ്തു, കാതുകളെ കൊണ്ട് എത്രയെത്ര തൗബ ചെയ്തു മടങ്ങാത്ത എത്ര തെറ്റുകൾ, കരങ്ങളെ കൊണ്ട്, കാലുകളെ കൊണ്ട്, മനസ്സുകൊണ്ട്, കാതുകൊണ്ട് എത്ര തെറ്റുകുറ്റങ്ങളാ നമ്മൾ ചെയ്യണത്. ഇതൊക്കെ നാളെ ജബ്ബാറായ റബ്ബിൻ്റെ മുൻപിലും കാരണം ബോധിപ്പിക്കണ്ടേ? ഹിസാബിൻ്റെ സമയത്ത് അള്ളാഹിന് നമ്മളെ ഇടയിൽ ഒരു തെർജുമാൻ ഉണ്ടാവില്ല എന്ന്. അള്ളാഹു ആയാലും എങ്ങനെയൊക്കെയാണ് ഏതുവരെ ഓർക്കൂല. ഹത്താ അയഖിഫ മീസാനുഹു അം യസ്ഖുലു. ഓരോ മനുഷ്യൻ്റെയും തുലാസ് നന്മ കൊണ്ട് തൂങ്ങുകയാണോ അതോ കനം കുറയുകയാണോ, അത് തിരിയുന്നത് വരെ, ഉറപ്പാവുന്നത് വരെ ഒരാളെയും ഓർക്കൂല. മാഷാ അല്ലാഹ്. സുള്ള പറഞ്ഞ പിന്നെ വൈന്തൽ കിതാബി, കിതാബ് കൊടുക്കണ സമയമുണ്ട്. വലത്തെ കയ്യിലാണോ കിട്ടുക, ഇടത്തെ കയ്യിലാണോ കിട്ടുക, അതോ മുതുകിന്? ഇടത്തെ കൈ ചില സമയത്ത് മുതുക് നെഞ്ചിൻ്റെ അവിടെ ഓട്ടയാക്കിയിട്ട് കൈ, ഇടത്തെ കൈ അയക്കൂടം വലിച്ചൂരി ഇങ്ങോട്ട് എടുക്കും. എന്നിട്ട് കിതാബ് ഇങ്ങനെ വാങ്ങുക. അത് തിരിയുന്നത് വരെയും ഓർക്കൂല. അതാ വൈന്തൽ കിതാബി കിതാബ് നൽകുന്ന സമയത്ത് ഏതുവരെ, അതായത് ഹീന യുക്കാലു, നല്ല ആളാണ് പറയപ്പെടുന്ന സമയത്ത്. നല്ല മനുഷ്യനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ പറയും. ഇപ്പം നമ്മൾ ഗൾഫിൽ പോയി, വേറെ എടുക്കാൻ പോയി, നല്ല ജോലിയെ കിട്ടി, ശമ്പളം കിട്ടുമ്പോൾ എന്താവും? ഉമ്മാക്കൊരു കോള, ഇപ്പാക്കൊരു കോള, ഇണക്കൊരു കോള, ഭാര്യമാർക്ക് മക്കൾക്കൊക്കെ. ഞാൻ വലിയ സന്തോഷത്തിലാണ്. അതേപോലെ വലങ്കയിൽ കിതാബ് കിട്ടുമ്പം നമുക്ക് വല്ലാത്തൊരു സന്തോഷം ഉണ്ടാവും. ആ സമയത്ത് പറയും, പിടിക്കൂ, ഇഖറഊ, ഒന്ന് വായിച്ചു നോക്കൂ, കിതാബിയഹ്, എൻ്റെ കിതാബ്. ഉമ്മ, ബാപ്പ, എൻ്റെ കിതാബ് വലം കയ്യിൽ കിട്ടി, ഒന്ന് വായിക്കി, ഞാൻ വളരെ സന്തോഷത്തിലാണ് എന്ന് പറഞ്ഞ സമയമുണ്ടല്ലോ. അഥവാ കിതാബ് നൽകുന്ന സമയത്തും ആർക്കും ആരും ഓർമ്മയുണ്ട്. ഏതുവരെ? ഹത്താ യഅലമ അയ്ന യഖഉ കിതാബുഹു അഫീ യമീനിഹി അം ഫീ ശിമാലിഹി. മാഷാ അല്ലാഹ്. ഈ ഒരാൾ ഇവൻ അറിയുന്നത് വരെ അവൻ്റെ കിതാബ് വലം കയ്യിലാണോ അതോ ഇടം കയ്യിലാണോ? മിംബറാഇ ലഹ്രിഹി, വേറെ റിപ്പോർട്ടിലുണ്ട് ഔ മിംബറാഇ ലഹ്രി എന്ന, അല്ലെങ്കിൽ മുതുകിൻ്റെ ബാക്കിലൂടെയാണോ? പിന്നെ കിതാബ് കിട്ടുക. അത് തിരിയുന്നവരെ ഒരാളെയും ഓർക്കില്ല. വല്ലാത്ത സംഭവമല്ലേ? എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മളെ മുമ്പിൽ വരുന്നത്. നമുക്കൊരു ഭൂചലനം കേൾക്കുമ്പോൾ, ഒരു ഉരുൾപൊട്ടൽ കേൾക്കുമ്പോൾ നമ്മൾ ആകെ ബേജാറാകുക. ഒരു മുമ്പിനെ സംബന്ധിച്ചോളം ബേജാറൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നുമല്ല, നമ്മളെ മുൻപിൽ വരാനിരിക്കുന്ന സംഗതികൾ ആലോചിക്കും. മൂന്നാമത്തെ അവസ്ഥ വൈന്ദ സിറാത്ത്, സിറാത്ത് പാലത്തിൻ്റെ അടുക്കലും കടക്കാൻ കഴിച്ചോ ഇല്ലേ എന്ന് തന്നെ. സ്വർഗത്ത് അതല്ല വഴിയില്ലല്ലോ. ഇതാ ഉളിയ ബൈന ലഹ്റൈ ജഹന്നമ, നരകത്തിൻ്റെ മുതുകിൽ, ലഹറുകൾക്കിടയിൽ നരകത്തിൻ്റെ മൂർധാവിലൂടെ ശക്തമായ മൂർച്ചയുള്ള മുടിയേക്കാൾ നേർമയുള്ള ആയിരങ്ങളായ വർഷം കയറ്റവും ഇറക്കവും, അങ്ങനെ കയറ്റം ഇറക്കം എത്രയോ നീളമുള്ള ആ പാലം, ആ പാലം വിട്ടുകിടന്ന സമയത്തും ആരും ഓർക്കൂല. അതല്ലാത്ത സമയത്തൊക്കെ
നല്ല നല്ല ആളുകൾ നമുക്ക് ഷഫാഅത്ത് കിട്ടും, നല്ല ഉസ്താദുമാരൊക്കെ ഉണ്ടെങ്കിൽ, നമ്മളെ നല്ല നല്ല പരമ്പര. ഇപ്പം നമ്മളൊക്കെ ആണെങ്കിൽ താജുൽ ഉലമയിലൂടെ അല്ലെങ്കിൽ മൗലാനയിലൂടെ അല്ലെങ്കിൽ നമ്മളെ അയനിക്കോട്ട് ഉസ്താദിലൂടെ താജുൽ ഉലമയിലേക്ക്, അല്ലെങ്കിൽ മൗലാനയിലൂടെ താജുൽ ഉലമയിലേക്ക്, താജുൽ ഉലമയിൽ നിന്ന് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇവദ്ദീൻ ഖുത്ബി ഉസ്താദിലേക്ക്, അവിടുന്ന് ചാലിലകത്ത് ഉസ്താദിലേക്ക്, അല്ലെങ്കിൽ താജുൽ ഉലമയിൽ നിന്ന് തൻ്റെ മൂത്താപ്പ കുഞ്ഞിപ്പോക്ക് മുസ്ലിയാരിലേക്ക്, അവിടെ നിന്ന് ഔക്കോയ ഉസ്താദ് മാഷാ അല്ലാഹ് പരപ്പനങ്ങാടി പള്ളിയുടെ തിരുമുറ്റത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഔക്കോയ ഉസ്താദ്, മഹാനിൽ നിന്ന് മമ്പുറം തങ്ങളുപ്പാപ്പയിലേക്ക്, അങ്ങനെ പോകുന്ന സുന്ദരമായ പരമ്പരയൊക്കെ ഉണ്ടല്ലോ. അവരുടെ ഷഫാഅത്തൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഈ 3 ഘട്ടങ്ങളിൽ ആരും ഓർക്കില്ല. അല്ലാഹു തആല അപ്പോൾ എന്ത് വേണമെന്നറിയോ, ദുന്യാവിൽ നിന്ന് നമ്മളാണ്ട് ഇറങ്ങിപ്പോവല്ലോ, അതിൻ്റെ മുൻപായിട്ട് സംഗതിയൊക്കെ നമ്മൾ റാഹത്താക്കണം. നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി ജീവിച്ച് അള്ളാഹുവിന് വേണ്ടി മരിക്കുന്നവരായി മാറണം. അള്ളാഹിനെ പിടിക്കുക, ബാക്കിയൊക്കെ നശിക്കുന്നതാണ്. ഡിബേറ്റുണ്ടല്ലോ, എന്താ അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാതിലുൻ വകുല്ലു നഈമില്ലാ മഹാലത സായിലു. അല്ലാഹു അല്ലാത്തതെല്ലാം അതൊക്കെ നശിച്ചു പോവും. എല്ലാ രസവും നിസ്സംശയം നീങ്ങിപ്പോവും. അല്ല കൈവിട്ടു പോകരുത്, അള്ളാഹുമായിട്ടുള്ള ബന്ധം കൈവിട്ടു പോകരുത്, മുർത്തദ്ദായി പോകരുത്, ബിദ്അത്തായി പോകരുത്, അള്ളാഹിൻ്റെ ആളായി മരിച്ചു. ഏതൊരു വസ്തുവിനും നീ അതിനോട് വേർപിരിഞ്ഞാൽ അതിന് പകരണ്ടാവും. ഭാര്യ മരിച്ചാൽ വേറെ കുട്ടി, ഒരു കുട്ടി മരിച്ചാൽ വേറെ മക്കളുണ്ടാവും, എല്ലാത്തിനും പകരമുണ്ട്. പക്ഷേ അള്ളായിട്ട് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഐവലില്ല കേട്ടോ, പിന്നെ എന്നെന്നും നരകത്തിലായിരിക്കും. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, സുമ്മൽ ഹംദുലില്ലാഹ്. നമ്മളൊക്കെ മുഅ്മിനീങ്ങളാണല്ലോ. അള്ളാഹു ഓശാരമായിട്ട് നമുക്ക് ഈമാൻ നൽകി. അള്ളാഹു നിലനിർത്തി തരട്ടെ. അൽഹംദുലില്ലാഹ്.